السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ആ പ്രവാചകൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു ജനതയുടെ അച്ചടക്കരാഹിത്യവും അതുപോലെ തന്നെ അനുസരണക്കേടും വളരെ കൃത്യമായി അവരുടേതായ നടപടിക്രമങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിസ്കാരത്തിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ അല്ലാഹുവിനോട് ഏതൊരു വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ തരണേ എന്ന് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, അഥവാ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനുമൊക്കെ വിധേയരായ ആളുകൾക്ക് അവരുടേതായ സ്വഭാവങ്ങൾ അതിലേക്ക് അവരെ എത്രമാത്രം എത്തിച്ചിട്ടുണ്ട് എന്നുകൂടി അവരുടെ ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഗുണപാഠമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വളർത്തിക്കൊണ്ടുവന്ന ആ ജനത അവരോട് കൽപ്പിച്ച കൽപ്പനകളെ ഒന്നൊഴിയാതെ പലതിനെയും എതിർത്തുകൊണ്ടും അനുസരണക്കേട് കാണിച്ചുകൊണ്ടും കൽപ്പനകൾക്ക് വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള അവരുടെ ഈ മുന്നോട്ട് പോക്ക് അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട വാഗ്ദത്ത ഭൂമിയിൽ പോയി അവിടെ യുദ്ധം ചെയ്യുവാനും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നിങ്ങൾ ആ രാജ്യത്തേക്ക് കടക്കണമെന്നും അവരോട് കൽപ്പിച്ചപ്പോൾ നന്ദികേടിന്റെ പര്യായമായ ഇസ്രായേലി ജനത അവരെ നയിച്ചുകൊണ്ടുവരുന്ന മഹാനായ പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിനെ പരിഹസിക്കുമാറ് നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത് എന്ന് കഴിഞ്ഞ നമ്മുടെ വിവരണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചു. ആ മറുപടി കേട്ട് മനസ്സാകെ വിഷമിച്ചുപോയ മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടി എന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവേ, എനിക്ക് എന്റെ ഈ ജനതയുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല. ഞാൻ പറഞ്ഞത് അവൻ അനുസരിക്കുന്നില്ല. എനിക്ക് എന്റെ കാര്യവും എന്റെ കൂടെയുള്ള സഹപ്രവാചകനായ ഹാറൂനിന്റെ കാര്യവുമല്ലാതെ പറയാൻ കഴിയില്ല. അത്രത്തോളം ഈ ജനത അവരുടെ അനുസരണക്കേടും അവരുടേതായ കുതന്ത്രങ്ങളുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് അള്ളാഹുവേ, ഈ ഫാസിക്കീങ്ങളായ ജനതക്കിടയിൽ എന്താണോ തീരുമാനമെടുക്കേണ്ടതെങ്കിൽ നീ എടുക്കണേ എന്നവസാനം മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രാർത്ഥിക്കേണ്ടി വന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് അവരിലേക്ക് അള്ളാഹു ചില നടപടിക്രമങ്ങൾ എടുത്തതാണ് തുടർന്നുകൊണ്ട് അള്ളാഹു വിശദീകരിക്കുന്നത്.
قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അതിനുള്ള ഉത്തരം അല്ലാഹു തആല പറഞ്ഞു, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന. 40 കൊല്ലത്തേക്ക് ഇനി ആ നാട്ടിലേക്ക് അവർക്ക് പ്രവേശനം ഇല്ല. അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമിയുണ്ടായിരുന്നു, ഫലസ്തീനിന്റെ പ്രദേശം. അവിടെയുള്ള ഇപ്പോഴുള്ള ധിക്കാരികളായ ആളുകളോട് അതിജയിച്ചുകൊണ്ട് ആ രാജ്യത്തേക്ക് കടക്കാനാണ് അവരോട് പറഞ്ഞത്. പക്ഷേ അവർ തയ്യാറായില്ല. അവർ ചോദ്യം ചെയ്യാനാണ് നിന്നത്. അതുകൊണ്ട് മഹാനായ ആ പ്രവാചകൻ അള്ളാഹുവിനോട് മനമുരുകി തേടിയപ്പോൾ അള്ളാഹു തആല പറയാണ്, ഇനി ആ പ്രദേശത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. ആ പ്രദേശം അവർക്ക് മുഹറമത്തുൻ അലൈഹിം, അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെടുകയാണ്. ആ നാടിനി അവർക്ക്, ഈ ജനതയ്ക്ക്, ഈ തലമുറക്ക് ഇനി ആ നാട്ടിലേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല, 40 സന, 40 കൊല്ലം, 40 കൊല്ലം ഇനി അവർക്ക് നാടും വീടും കുടുംബം അങ്ങനത്തെ സൗകര്യങ്ങളുള്ള ഒരു പ്രദേശം അവർക്ക് കിട്ടൂല. യതീഹൂന ഫിൽ അർളി, അവർ ഭൂമിയിൽ അന്തം വിട്ട് അലഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ഈ രാജ്യത്ത്, ഈ ഭൂമിയിൽ അന്തം വിട്ട് ഗതിയില്ലാതെ അലഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഫലാ തഅ്സാലൽ ഖൗമിൽ ഫാസിഖീൻ, തെമ്മാടികളായ ഈ ജനതയുടെ കാര്യമോർത്തുകൊണ്ട് താങ്കൾ വ്യസനപ്പെടേണ്ടതില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആശ്വസിപ്പിക്കണം. ഈ ഫാസിഖീങ്ങളായ ആളുകളുടെ കാര്യമോർത്തിട്ട് താങ്കൾ ഒരിക്കലും എന്തു ചെയ്യേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നാം മനസ്സിലാക്കണം, ഇവിടെ ആ സമൂഹത്തിനുണ്ടായത് എന്താണ്? 40 കൊല്ലക്കാലം അവർ ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയേണ്ടി വന്നു, അവരുടെ ഈ അനുസരണക്കേട് നിമിത്തം. 40 കൊല്ലം നിശ്ചയിച്ചത് എന്തിനെന്ന് വെച്ചാൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, അപ്പോൾ ഇപ്പോഴുള്ള ഈ തലമുറയങ്ങ് അവരുടെ ജീവിതം അവസാനിച്ചോളും. പുതിയ ഒരു തലമുറ രംഗത്ത് വരും. അവരിവരെ പോലെ ആവില്ല. അവർ കുറച്ചൊക്കെ പ്രവാചകന്മാരെ അനുസരിക്കുന്ന ഒരു സ്വഭാവം അവരിൽ കണ്ടേക്കും. അങ്ങനെ ഇപ്പോൾ ഈ മൊരത്ത സ്വഭാവമുള്ള ഈ ആളുകളങ്ങ് മാറിപ്പോയി. ഒരു 10-40 കൊല്ലം കഴിയുമ്പോൾ വേറൊരു ജനത വന്ന് അവര് ആ പ്രദേശത്തേക്ക് പോയി ആ രാജ്യം ജയിച്ചടക്കി അവിടെ കുടിയേറി പാർത്തുകൊള്ളും. ഇവരെ ഏതായാലും അതിന് പറ്റില്ല, അവരെ അതിന് കിട്ടില്ല. അതുകൊണ്ട് പ്രവാചകരെ, അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. അവരുടെ കാര്യമോർത്തുകൊണ്ട് താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല, ദുഃഖിതനാവേണ്ടതില്ല. അവർ അലഞ്ഞു തിരിയട്ടെ ഈ നാട്ടിൽ, ഇങ്ങനെ വീടും കുടിപ്പാടവും കിടപ്പാടവും ഒന്നുമില്ലാതെ അവരിങ്ങനെ ഈ മരുഭൂമിയിൽ, അങ്ങനെ ഈ വനാന്തരങ്ങളിൽ അവരങ്ങനെ കഴിച്ചു കൂട്ടട്ടെ മരുഭൂമിയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യത്തിൽ തീരുമാനമറിയിക്കുകയാണ്. അങ്ങനെ മഹാനായ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ കൽപ്പന പുലരുകയാണ്. അവർ അങ്ങനെ തന്നെ ആ നാട്ടിൽ അലഞ്ഞു തിരിയേണ്ടി വരുന്ന ഒരവസ്ഥയാണ്, ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് തുടർന്നുകൊണ്ട് ഇതിനിടയിൽ അവരുടെ ഈ ജീവിതകാലത്തിനിടക്ക്, അവരുടെ ഈ 10-40 കൊല്ലത്തെ ഈ നിരന്തരമായ അവിടെയുള്ള അലഞ്ഞു തിരിയലിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അല്ലാഹു തആല അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്നിട്ടും കൊടുക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തുമായി പറഞ്ഞിട്ടുണ്ട്. വദല്ലൽനാ അലൈക്കുമുൽ ഗമാം വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യളലിമൂൻ. വദല്ലൽനാ അലൈക്കുമുൽ ഗമാം, ഇസ്രായേൽ സന്തതികളുടെ ആ മരുഭൂമിയിലെ ജീവിതകാലത്തിനിടക്ക് ഇങ്ങനെയൊക്കെ അനുസരണക്കേട് കാണിച്ചവരാണവർ. താമസിക്കാനൊരു ടെന്റ് പോലുമില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഈ രാജ്യത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് അഭയാർത്ഥികളായിക്കൊണ്ട്. അവർക്ക് എവിടെ വീട്, അവർക്കെവിടെ ടെന്റുകൾ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലല്ലോ.
അള്ളാഹുവിന്റെ കൽപ്പനകളെ എന്നാൽ അനുസരിക്കാൻ തയ്യാറുണ്ടോ? അതുമില്ല. എന്നിട്ടും റബ്ബിന്റെ ഒരു സഹനം, റബ്ബിന്റെ ക്ഷമ, അവരുടെ ഓരോ അവസ്ഥകളും പോരായ്മകളും കണ്ടറിഞ്ഞ് റബ്ബ് അവരെ സഹായിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇസ്രായേൽ സന്തതികൾ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരുന്നു. വദല്ലൽനാ അലൈക്കുമുൽ ഗമാം, നിങ്ങളുടെ മേൽ നാം മേഘത്തെ തണലാക്കിയിട്ട് തന്നു. ഭയങ്കര ചൂടാണ്, ഉഷ്ണമാണ്, മരുഭൂമിയാണ്, വീടുകളില്ല, ടെന്റുകളില്ല, ഒന്നുമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനതക്ക് ആശ്വാസം പകരാൻ, നല്ല കുളിര് പകരുന്ന, നല്ല തണുപ്പ് നൽകുന്ന, ഒരു വീടിനെ പോലെ സുരക്ഷിതമായി തീരുന്ന നിലക്ക് നല്ല മേഘങ്ങളെ അവർ താമസിക്കുന്നിടത്തേക്കൊക്കെ അള്ളാഹു വിന്യസിക്കുകയാണ്. മേഘത്തണൽ ഒരുക്കി കൊടുത്തു അവർക്ക്. മരുഭൂമിയിൽ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മേഘത്തണൽ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു ആ സമൂഹത്തിന്. അതാണ് വദല്ലൽനാ അലൈക്കുമുൽ ഗമാം. തീർന്നില്ല, അവർക്ക് ഭക്ഷണമൊന്നുമില്ലല്ലോ, അവിടെ കൃഷിയില്ല, ഒന്നുമില്ല, സൗകര്യങ്ങളില്ല, മരുഭൂമിയാണ്. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, വഅൻസൽനാ അലൈക്കും, നിങ്ങൾക്ക് നാം ഇറക്കി തരുകയും ചെയ്തു അൽ മന്ന വസ്സൽവാ, മന്നും സൽവയും. മന്നും സൽവയും അവർക്ക് ഭക്ഷണമായിട്ട് അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കുകയാണ് അല്ലാഹു തആല. അത്ഭുതകരമാണ്, അത്ഭുതകരമാണ് അവിടെ നടക്കുന്നതൊക്കെ. മന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു അധ്വാനവും കൂടാതെ രാവിലെ അങ്ങനെ പോയി നോക്കിയാൽ പുൽത്തകിടിയിലും അതുപോലെ തന്നെ വൃക്ഷങ്ങളിലുമൊക്കെ അവർക്ക് കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് നുള്ളിയെടുക്കാവുന്ന, പറിച്ചെടുക്കാവുന്ന നിലക്കുള്ള ഒരു തരം പ്രത്യേകമായ ഒരു മധുരപാനീയം, ഒരു മധുരക്കട്ട, തേൻകട്ടി എന്നൊക്കെ പറയാവുന്ന. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മഞ്ഞുകാലത്ത് ഇങ്ങനെ പുൽത്തകിടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെ അതിങ്ങനെ എടുത്ത് കുടിക്കുന്നത്, കഴിക്കുന്നത് നല്ല രസകരമായിരിക്കും, രുചികരമായിരിക്കും. നല്ല മധുരമുള്ള നിലക്കുള്ള ഒരു തരി പോലെയുള്ള ഒരു സാധനം എല്ലായിടത്തും, അത് വൃക്ഷങ്ങളിലും പുൽത്തകിടികളിലും ഒക്കെ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. സുഭിക്ഷമായി ആളുകൾക്ക് വാരിയെടുക്കാൻ, കഴിക്കാം. വളരെ പ്രോട്ടീനുള്ള ഏറ്റവും മെച്ചപ്പെട്ട അനുഗ്രഹീതമായ ഒരു ഭക്ഷണം മന്ന് അതിറക്കി കൊടുത്തു. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അധ്വാനമില്ലാതെ ഏതൊക്കെ നിലക്ക് മനുഷ്യന് കിട്ടാവുന്ന ഭക്ഷണങ്ങളുണ്ടോ അതൊക്കെ കൊടുത്തു എന്നാണ് മഞ്ഞ് കൊണ്ട് ഉദ്ദേശം. എന്തായിരുന്നാലും വളരെ മധുരതരമായ, വളരെ അവർക്ക് ശരീരത്തിന് പോഷണം നൽകുന്ന, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അധ്വാനവും ആവശ്യമില്ലാതെ അവരുടെ കൈയെത്തുന്ന ദൂരത്ത് നിന്ന് അവർക്ക് എടുക്കാവുന്ന നിലക്ക് അല്ലാഹു തആല മന്ന് ഇറക്കി കൊടുത്തു. അതൊരു ഭക്ഷണപാനീയമാണ്. തീർന്നില്ല, വസ്സൽവാ. സെൽവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാടപ്പക്ഷികളുണ്ടല്ലോ, അതിനോട് സമാനമായ നിലക്കുള്ള ഒരു തരം പക്ഷി. ധാരാളക്കണക്കിന് അത് ആ മരുഭൂമിയിലൂടെ പാറി ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും, തീരൂല. ആയിരക്കണക്കിന് ആളുകൾക്ക് അതിനെ പിടിക്കാം, മറുക്കാം, വേവിക്കാം, ഭക്ഷണം കഴിക്കാം. നല്ല മാംസമാണ്, രുചികരമാണ്, യാതൊരു പ്രയാസവുമില്ല. അതിന് വംശവർദ്ധനവ് സംഭവിക്കുകയല്ലാതെ ഒന്നും കമ്മി വരുന്നില്ല. ഇങ്ങനെ മന്നും സൽവയും സുഭിക്ഷമായി ആഹരിക്കാവുന്ന സംവിധാനം അല്ലാഹു അവർക്ക് ഒരുക്കി കൊടുത്തു. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ, അതൊക്കെ നൽകിയിട്ട് അല്ലാഹു അവരോട് പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വമാ ളലമൂനാ വലാകിൻ കാനൂ അൻഫുസഹും യളലിമൂൻ. സൂറത്തുൽ ബഖറ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നൽകിയിട്ട് അല്ലാഹു അവരോട് പറഞ്ഞു, കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഭക്ഷിച്ചോളൂ. മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആഹാരത്തിൽ, അതേ അതിവിശിഷ്ടമായ ആഹാരങ്ങളാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾ അതൊക്കെ സുഭിക്ഷമായി കഴിച്ചോളൂ. വമാ ളലമൂനാ, അവർ നമ്മോട് അക്രമമൊന്നും പ്രവർത്തിച്ചില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളലിമൂൻ, അവരോട് തന്നെയാണ് അക്രമം പിന്നെയും പ്രവർത്തിച്ചത്. ഇതൊക്കെ കിട്ടിയിട്ടും ആ ജനത പിന്നെയും നന്ദികേട് കാണിച്ചത്. ഒരധ്വാനമില്ലാതെ ഭക്ഷണം കിട്ടുക, പാനീയം കിട്ടുക, മാംസം കിട്ടുക, എല്ലാം കിട്ടുക. എന്നിട്ട് പിന്നെയും അനുസരണക്കേട് തന്നെയായിരുന്നു. അവരുടെ ആ അനുസരണക്കേടിനെ കുറിച്ച് അല്ലാഹു പറയുന്നത്, അവർ നമ്മയുടെ അക്രമമൊന്നും കാണിച്ചില്ല. എനിക്കിപ്പോ സമൂഹത്തിലുള്ള ആളുകള് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും കൂടെ തെറ്റ് ചെയ്താൽ അള്ളാഹ്ക്ക് വല്ലതും സംഭവിക്കോ? ഒന്നും സംഭവിക്കൂല. എല്ലാവരും കൂടെ അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചു. എന്നിട്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുത്തിട്ട് അള്ളാഹ് കുഴങ്ങിപ്പോകോ? ഒരിക്കലും ഇല്ല. അള്ളാഹിന്റെ ഖജനാവ് അത്രയും വിശാലമാണ്.
പിന്നെ നമ്മളെ ഇബാദത്തുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതും എടുക്കുന്നതും എന്തിനാ? മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ضل ഫഇന്നമാ യദുല്ലു അലൈഹാ. ആര് നന്നാകുന്നുവോ അത് അവനവന് വേണ്ടിയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയൊന്നുമല്ല. അള്ളാഹുവിനെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ഇബാദത്ത് എടുക്കുന്നത് അള്ളാഹ്ക്ക് ഇവിടെ ഒന്നും വർദ്ധിക്കാനും അല്ലെങ്കിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്ലതും കുറഞ്ഞു പോകാതിരിക്കാനൊന്നും അല്ല. നമ്മളെ കാര്യത്തിന് വേണ്ടി നമ്മൾ നന്മകൾ ചെയ്യുന്നത്. മനിഹ്തദാ, ആര് നന്നായോ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവൻ തനിക്ക് വേണ്ടിയാണ് നന്നാകുന്നത്. വമൻ ضل, ആരെങ്കിലും റൂട്ട് തേച്ചോ പെറ്റിപ്പോയോ ഫഇന്നമാ യദുല്ലു അലൈഹാ, അവനെതിരെ തന്നെ ആ പണിയെടുക്കുന്നത്, സ്വന്തം കുഴിയാണ് തോണ്ടുന്നത്. കാരണം ഇവിടെ അള്ളാഹു പറയുന്നത് വമാ ളലമൂന, അവര് നമ്മോട് അതിക്രമമൊന്നും പ്രവർത്തിച്ചില്ല, പക്ഷേ വലാകിൻ അൻഫുസഹും വലാകിൻ കാനൂ അൻഫുസഹും യളലിമൂൻ, അവരവരോട് തന്നെയാണ് അതിക്രമം പ്രവർത്തിച്ചത്. മാത്രമല്ല അല്ലാഹു തആല പറയാണ്, ഇതുകൊണ്ടും തീർന്നില്ല, അവർക്ക് ദാഹിക്കുന്നു, വെള്ളമില്ല. അവിടെ വെള്ളം സുഭിക്ഷമായി കിട്ടുന്ന കിണറുകളും അരുവികളും ഒന്നുമില്ല. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പോയി പരാതി പറയുകയാണ്. വഇദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽനാ ദ്രിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. സൂറത്തുൽ ബഖറ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വഇദിസ്തസ്ഖാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളത്തിന് തേടിയപ്പോൾ ലിഖൗമിഹി, തന്റെ ജനതക്ക് വേണ്ടി മൂസാ നബി അള്ളാഹിനോട് വെള്ളത്തിന് തേടി. എന്താ കാരണം? ജനങ്ങൾ വന്ന് തന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട്, വഖത്തഅനാഹും 12 അസ്ബാതൻ ഉമമാ വഔഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് വെള്ളത്തിന് വേണ്ടി വന്നിട്ട് ആവശ്യപ്പെടുകയാണ്. വെള്ളമല്ലല്ലോ, ഒരു സമൂഹം, ഒരു അനുയായി വൃന്ദം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാവിനോടല്ലാതെ ആരോട് പോയിട്ടാ പറയാ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു. അല്ലാഹു തആല അവിടെ കൽപ്പിച്ചു, അവിടെ അനിദ്രിബ് ബിഅസാകൽ ഹജർ, കയ്യിലുള്ള വടി കൊണ്ട് ഹജറിൽ അടിക്കാൻ വേണ്ടി പറയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ പല അത്ഭുതങ്ങളും പ്രകടമായ വടി. ആ വടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ളതായി മഹാനവറുകൾക്ക് അതുവരെ അറിയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളതായി അദ്ദേഹത്തിന് മുൻ അനുഭവവുമില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ ഓർഡറാണ്, അനിദ്രിബ് ബിഅസാകൽ ഹജർ, കയ്യിലുള്ള ഫഖുൽനാ, നാം പറഞ്ഞു, ഇദ്രിബ്, നീ അടിക്ക്, ബിഅസാകൽ ഹജർ, നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് പാറക്കല്ലിൽ നീ അടിക്കുക. ഫൻഫജറത് മിൻഹു 12 ഐനാ, 12 അരുവികൾ ആ പാറക്കല്ലിൽ നിന്ന് പൊട്ടി ഒഴുകുകയാണ്. 12 നീരുറവകൾ. കാരണം വഖത്തഅനാ മിൻഹും 12 അസ്ബാതൻ ഉമമാ എന്ന് അല്ലാഹു തആല അറാഫിൽ പറഞ്ഞു. 12 ഗോത്രക്കാരായി വരും. ഈ 12 ഗോത്രത്തിലുള്ള ആളുകളും ഒരൊറ്റ അരുവിയിൽ നിന്നാകുമ്പോൾ അവിടെ തിക്കും തിരക്കും, അല്ലെങ്കിലേ അനുസരണമില്ലാത്ത ടീമാണ്. പിന്നെ ഒരിടത്തേക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് 12 കുടുംബങ്ങളെ പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അതുകൊണ്ട് ആ പ്രശ്നവും പരിഹരിക്കട്ടെ എന്ന നിലക്ക് റബ്ബുൽ ആലമീൻ ഒരടി പാറക്കല്ലിൽ അടിക്കുമ്പോഴേക്ക് 12 അരുവികളാണ് പൊട്ടി ഒഴുകുന്നത്. 12 ഗോത്രക്കാർക്കും സുഭിക്ഷമായി കുടിക്കാൻ, ദാഹം തീർക്കാൻ, ജലപാനം ഉപയോഗം നടത്താൻ അള്ളാഹു അവർക്ക് സംവിധാനം ഒരുക്കി കൊടുത്തു. 12 അരുവിയാണ് പൊട്ടി ഒഴുകിയത്. ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും, ഓരോ ഗോത്രങ്ങളും ഓരോ ഗോത്രയിലെ ജനങ്ങളും അവരവർക്ക് കുടിക്കാനുള്ള സ്ഥലമേതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അത് നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന ഗോത്രക്കാർക്ക് ഇന്നത്, ഇന്ന ഗോത്രക്കാർക്ക് ഇന്നത് നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് അല്ലാഹു പറഞ്ഞു, കുലൂ വശ്റബൂ മിർ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ തിന്നോളൂ. നേരത്തെ മന്നും സൽവയൊക്കെ ഇറക്കി തന്നിട്ടുണ്ടല്ലോ, അത് തിന്നോളൂ. ഇതാപ്പോ വെള്ളോതാ ഇഷ്ടം പോലെ, വശ്റബു, കുടിച്ചോളൂ. കുലു വശ്റബു മിർ റിസ്ഖില്ലാഹ്, അല്ലാഹു തന്ന റിസ്ഖിൽ നിന്ന് തിന്നോളൂ, കുടിച്ചോളൂ. പക്ഷേ വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഇനിയും നാശം ഉണ്ടാക്കരുത്, പറഞ്ഞതൊക്കെ കേട്ടോളണം, അനുസരിച്ചോളണം എന്നൊക്കെ പറഞ്ഞു. ആ 12 അരുവികളിൽ പലതും ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ആ ഭാഗത്തേക്കുള്ള സഞ്ചാരികൾക്ക് ഉയൂന് മൂസ എന്ന പേരിൽ, മൂസ അലൈഹിസ്സലാമിന്റെ നീരുറവകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അരുവികളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ആ മണ്ണിലുണ്ട് എന്നാണ് അവിടം സന്ദർശിച്ചവർ എഴുതി വെച്ചിട്ടുള്ളത്.
അതിൽ ചിലതിന്റെ ജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നും അവിടെ ഈത്തപ്പന തോട്ടങ്ങളൊക്കെ കൃഷി ചെയ്തു വരുന്നു. സുബ്ഹാനല്ലാഹ്, കൊല്ലങ്ങളും സംവത്സരങ്ങളും ആയിരക്കണക്കിന് എത്ര എണ്ണം കഴിഞ്ഞുപോയി. അതിൻ്റെതായ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നാണ് ചരിത്ര യാഥാർത്ഥ്യമായി നേരിട്ട് അനുഭവമുള്ള അനുഭവജ്ഞാനികളും നമ്മോട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇന്നും സഞ്ചാരികൾ സന്ദർശിച്ചു വരുന്ന ഉയൂനു മൂസ അതിന്റെ അവശിഷ്ടമാണെന്ന് പരക്കെ അറിയപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങളാണ് ഇതൊക്കെ. പക്ഷേ വീണ്ടും നന്ദികേട്. എന്ത് കിട്ടിയാലും പിന്നെയും നന്ദികേടാണല്ലോ അവർ കാണിക്കുന്നത്. വീണ്ടും നന്ദികേട്. സൂറത്തുൽ ബഖറ വിശദമായി പറയാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نَّصْبِرَ عَلَى طَعَامٍ واحد فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. സൂറത്തുൽ ബഖറ തുടർന്നുകൊണ്ടുള്ള ആയത്ത് 61-ാമത്തെ ആയത്ത്. തുടർച്ചയായിട്ട് ഈ സംഭവം അല്ലാഹു തആല പറയുന്നു. ഈ ഭക്ഷണമൊക്കെ കിട്ടി ഇഷ്ടം പോലെ, ഒരു അധ്വാനമല്ല, യാതൊരു പ്രയത്നങ്ങളില്ല, പണിക്ക് പോകണ്ട, ഒന്നും വേണ്ട. രാവിലെ നീറ്റാൽ ഇഷ്ടം പോലെ മണ്ണുണ്ട്, ഇറച്ചി വേണമെങ്കിൽ മാംസത്തിന് വേണമെങ്കിൽ സെൽവയുണ്ട്, കുടിക്കാനെങ്കിൽ സുഭിക്ഷമായി തിക്കും തിരക്കും കൂട്ടാതെ 12 അരുവികളുണ്ട്, എല്ലാ സംവിധാനവും. ഇതിങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇവർക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി ഇത് മടുക്കുകയാണ്. വൈദ് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ, ഓ മൂസ, ലൻ നസ്ബിറ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയൂല, അലാ തആമിൻ വാഹിദ്, ഒരേ ഭക്ഷണം കഴിച്ച് എന്നും ഇങ്ങനെ മഞ്ഞ്, എന്നും സൽവ, ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കുടിച്ച് ഇതൊന്നും പറ്റൂല, ഒരേ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഫദ്ഉ ലനാ റബ്ബക്, കണ്ടോ ആ നന്ദി കെട്ടൊരു പ്രയോഗം തന്നെ നോക്ക്. ഫദ്ഉ ലനാ റബ്ബക്, അന്റെ പടച്ചവനോട്, നിന്റെ റബ്ബിനോട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യ്. ഒരേ റബ്ബൊന്നുമല്ല, നമ്മുടെ റബ്ബൊന്നുമല്ല, നമ്മുടെ റബ്ബിനോ ഞങ്ങളുടെ റബ്ബിനോ ഒന്നുമല്ല പറയണത്, നിന്റെ റബ്ബിനോട്. റബ്ബക്ക അദബ് കേടാണ്, സൂഉൽ അദബാണ് ആ പ്രയോഗം തന്നെ. പണ്ഡിതന്മാര് പറയാണ് സൂഉൽ അദബ്, ആ പ്രയോഗം തന്നെ മോശമാണ്. അത് പലപ്പോഴും അവർ അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അവർ അങ്ങനെ പറയുന്നത്. ഉദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട് നീ ഒന്ന് പ്രാർത്ഥിക്ക്. കാരണം ഒക്കെ പ്രാർത്ഥിച്ചിട്ടാ കിട്ടുന്നത്. വെള്ളമില്ല എന്ന് പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി മൂസാ നബി പ്രാർത്ഥിച്ചു, വെള്ളം കിട്ടി. മണ്ണ് കിട്ടി, സെൽവ കിട്ടി. ഓരോ അവസരങ്ങളിലും ഒക്കെ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നുണ്ടെന്ന് അവർക്കറിയാം. അങ്ങനെ ഫദ്ഉ ലനാ റബ്ബക് യുഖ്രിജ് ലനാ, ഞങ്ങൾക്ക് അവൻ പുറപ്പെടുവിച്ചു തരട്ടെ, മിമ്മാ തുംബിതുൽ അർദ്, ഈ ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്ന ഒരു ചിലത് ഞങ്ങൾക്ക് കഴിക്കണം. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഇറക്കി തന്ന അതിങ്ങനെ അതാണ്, അതിപ്പോ പോരാ, ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണം. മിൻ ബഖലിഹാ, ചീര പോലെയുള്ള ഇലക്കറികൾ വേണം, ചീര വേണം. വെള്ളരി, കുക്കുംബർ, കക്കരി, ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം. വഫൂമിഹാ, ഗോതമ്പ് വേണം. വഅദസിഹാ, പയറുവർഗ്ഗങ്ങൾ വേണം. വബസലിഹാ, ഉള്ളിയും വേണം. ഉള്ളി വേണം, പയർ വേണം, വെള്ളരി വേണം, കക്കരി വേണം, കുക്കുംബർ വേണം, എല്ലാം വേണം ഞങ്ങൾക്ക്. ചീര വേണം, ഇലക്കറികൾ വേണം, ഗോതമ്പ് വേണം. ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകില്ല. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവരോട് ചോദിച്ചു, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഒരധ്വാനവും കൂടാതെ നിങ്ങളുടെ ശരീരത്തിന് പോഷണം പ്രദാനം ചെയ്യുന്ന അത്ഭുതകരമായ, അനുഗ്രഹീതമായ, ആസ്വാദ്യകരമായ, രുചികരമായ ഈ ഭക്ഷണവും പാനീയങ്ങളൊക്കെ മാറ്റിയിട്ട് എല്ലാ നാട്ടിലും കൃഷി ചെയ്തിട്ടും അധ്വാനിച്ചാലും ഒക്കെ മാത്രം കിട്ടാവുന്ന പയറും ഗോതമ്പും വെള്ളരിയും അതേപോലെയുള്ള സാധു കാര്യങ്ങളൊക്കെയാണോ? ഈ മുന്തിയത് ഒഴിവാക്കിയിട്ട് അത്ര തന്നെ കാര്യമില്ലാത്ത അതിനേക്കാണ് താഴുള്ളതാണോ നിങ്ങൾക്ക് വേണ്ടത്?
ഇതാണോ നിങ്ങൾ പഠിച്ചത്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്താ നിങ്ങൾ ഇങ്ങനെ ആയി പോകുന്നത്? എന്താ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് അതൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ നാട് വിട്ടോ, ഈജിപ്തു മിസ്ര, വേറെ വല്ല നാട്ടിലും പോയിക്കോ. ഈജിപ്തിലേക്ക് പോയിക്കോ എന്നല്ലോ, അവിടെ മിസ്ര കൊണ്ട് ഉദ്ദേശം ഈജിപ്ത് അല്ല. വേറെ വല്ല നാട്ടിലും പോയിക്കോ, അവിടെ ഒക്കെ കിട്ടും. അവിടെ കൃഷിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേറെ നാട്ടിൽ പോയിട്ടൊക്കെ അധ്വാനിച്ചൊക്കെ ഉണ്ടായിക്കോ. ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ പോരെ? അതിനുണ്ടോ അവർ തയ്യാറാകുന്ന? അവരോട് പറഞ്ഞില്ലേ, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു, നിങ്ങൾക്ക് അള്ളാഹ് നിശ്ചയിച്ചതെന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത് കേട്ടോ? അത് കേട്ടില്ലല്ലോ. അതിനൊന്നും തയ്യാറില്ല, കിട്ടിയതിൽ ക്ഷമിക്കൂല. അങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം. ബനി ഇസ്രായേൽ നടന്ന അങ്ങനെയാണ് അവരുടെ ഒരു സ്വഭാവം. ഈ വർഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് ഫാത്തിഹയിൽ ഓതണം കേട്ടോ, മറന്നുപോരുത്. എപ്പോഴും അതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം. കിട്ടിയാ തികയില്ല, കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടൂല, ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഈ കാണുന്നത്. ഒന്നും ചെലവില്ലാതെ ഇഷ്ടംപോലെ നല്ലത്, അനുഗ്രഹീതമായി, അത്ഭുതകരമായത് കിട്ടി. അതുകൊണ്ട് അവര് തൃപ്തിപ്പെടുന്നുണ്ടോ? ഇല്ല, കിട്ടിയത് തൃപ്തിപ്പെടുന്നില്ല. മുകുല്ല സുബ അള്ളാഹു താല തന്നാലേ ഇപ്പൊ ഈ സുഖമൊന്നും പോരാ, ഇനിയിപ്പോ അതിനേക്കാണ് കിട്ടണം. 10 റുപ്യ ശമ്പളം ഉള്ളത് ഇപ്പൊ ഒരു ജോലിയായി, അതുപോലെ കൂടുതൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതിന് ഭയങ്കര ടെൻഷനായി, വിഷമായി. ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്, എന്റെ ഒപ്പമുള്ളവരൊക്കെ എത്രയോ വളർന്നു വലുതായി, ഞാനും ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു താല തന്ന നിഅമത്തിനെ കുറിച്ച് പോലും ആലോചിക്കൂല. തന്ന നിഅമത്തിനെ കുറിച്ച് പോലും ആലോചിക്കൂല. അതിന്റെ പേരിലുള്ള അൽഹംദുലില്ലാ പറയൂല. അതിന്റെ പേരിലുള്ള റബ്ബിനെ സ്തുതിക്കൂല. നമ്മൾ ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടുള്ള ഒരു 2 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് ഞാൻ കേൾക്കുകയുണ്ടായി. വളരെ മനോഹരമായി അദ്ദേഹം അത് അവതരിപ്പിച്ചു. എന്താണ്? മനുഷ്യന്റെ നന്ദികേടിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം പറയാണ്, നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കുകയാണ്, നമ്മൾ എല്ലാവരും മൂത്രയിച്ചു വന്നു, എത്ര തവണ നമ്മൾ ടോയ്ലറ്റിൽ പോയി മൂത്രയിച്ചു, വല്ല പ്രയാസം ഉണ്ടായോ? നമുക്ക് അള്ളാഹിനോട് നന്ദി ഉണ്ടോ അതിന്? എത്ര ആള് നിൽക്കാൻ കഴിയാതെ ഒന്നുകിലും നിൽക്കുക, അല്ലെ ഇങ്ങനെ കിടക്കണം, ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന, നടുവളയാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്? നമുക്കതൊന്നുമില്ലല്ലോ. നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല, പ്രശ്നങ്ങളില്ല, പ്രയാസമില്ല, വെള്ളം കുടിക്കുന്നു, സുഖമായി മൂത്രമൊഴിക്കുന്നു, സൗകര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു പ്രയാസം നമുക്ക് ഇപ്പോഴില്ല. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് എത്ര ധിക്കാരമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനോഹരമായി അദ്ദേഹം ചോദിക്കുന്ന, അവതരിപ്പിച്ച ഒരു കാര്യങ്ങളുണ്ട്. ഡോക്ടർമാർ പറയുമ്പോൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എടുത്തു പറഞ്ഞത് വല്ലാതെ ഹൃദയസ്പർശിയായി തോന്നി. നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ഒരു സ്വഭാവം എത്ര കിട്ടിയാലും കിട്ടിയെന്നൊരു തോന്നലില്ലാതെ, അതിൽ തൃപ്തിപ്പെടാതെ, ഖനാഅത്തുൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സിൽ അത് കിട്ടിയത്, തനിക്ക് അല്ലാഹു നൽകി അനുഗ്രഹിച്ചത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം അതാ സമൂഹത്തിന് തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്. മൂസാ അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവമാണ് നിങ്ങൾ തുടരുന്നതല്ലേ? നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെ കിട്ടണമെങ്കിൽ മറ്റു ദേശങ്ങളിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നില്ലേ? അങ്ങനെ അവരുടെ ആ സ്വഭാവം കാരണത്താൽ, അവരുടേതായ ധിക്കാരം കാരണത്താൽ എന്തൊക്കെ ധിക്കാരങ്ങളാണ് അവരിൽ നിന്നുണ്ടായത് എന്ന് ശേഷം പറയുന്നുണ്ട്. വദുരിബത് അലൈഹിമുസ് ദില്ലതു വൽ മസ്കന, അവർക്ക് നിന്ദ്യത അവരെ ആവരണം ചെയ്തു. വൽ മസ്കനതു, നിർഗതിയും അവരെ ആവരണം ചെയ്തു. അള്ളാന്റെ അടുക്കൽ നിന്നുള്ള കോപവുമായിട്ടാണ് അവർ അവസാനം അവർക്ക് കിട്ടിയത്. അള്ളാന്റെ കോപമാണ്. അതാ മഗ്ദൂബി അലൈഹി എന്ന് നമ്മൾ അവരെ കുറിച്ച് പറയുന്നത്. അള്ളാന്റെ ഗളബ് കിട്ടിയ ആളുകളാണ് മഗ്ദൂബി അലൈഹി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്തേ അവർക്ക് അങ്ങനെ കിട്ടാൻ കാരണം? അവർ ഈ ഭക്ഷണം ആവശ്യപ്പെട്ടത് കൊണ്ടല്ല അവർക്ക് അള്ളാന്റെ കോപം കിട്ടിയത്. കാനു യക്ഫുറൂന ബിആയാത്തില്ല, അതിനേക്കാളൊക്കെ ഗൗരവമുള്ള കാര്യം അവരിൽ സംഭവിച്ചത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒക്കെ സ്വഭാവങ്ങൾ മൂത്ത് അവസാനം അത് കുഫറിലേക്ക് വരെ എത്തി. കാനു യക്ഫുറൂന ബിആയാത്തില്ല, അല്ലാഹുവിന്റെ ആയത്തുകളെ അവർ നിഷേധികളായിരുന്നു. മാത്രമല്ല വയഖ്തുലൂന നബിയീന, മൂസാ അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞപ്പോ പിന്നെ ബനൂ ഇസ്രായേലിൽ കണ്ട ഏറ്റവും വലിയ ഒരു ദുഷിച്ച സ്വഭാവം, നന്മ പറയുന്ന ആളുകളെ, പ്രബോധകന്മാരെ, നല്ലത് പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാരെ അവർ അറുകൊലക്ക് വിധേയമാക്കി കൊന്നുകളഞ്ഞിരുന്നു. ധാരാളം നബിമാരെ അവർ കൊന്നിട്ടുണ്ട്. ആരെയൊക്കെ കൊന്നു എന്ന് ഖുർആനിൽ ഹദീസിലും പരാമർശമില്ലെങ്കിലും പലരെയും അവർ കൊന്നിട്ടുണ്ട്. അമ്പിയാക്കളെ അവർ നിഷ്കരുണം കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ അനുസരണക്കേട് കാണിച്ചത് കാരണത്താലുമാണ് ധിക്കാരികളായിരുന്നവർ. വക്കാനു യഅ്തദൂൻ, പരിധി വിട്ട് അതിരിവിട്ട് പ്രവർത്തിക്കുന്നവരുമായിരുന്നു. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടും നന്ദികേടിന്റെ പര്യായങ്ങൾ, അനുസരണക്കേടിന്റെ പര്യായങ്ങൾ, ധിക്കാരത്തിന്റെ പര്യായങ്ങൾ, അവിശ്വാസത്തിന്റെ പര്യായങ്ങൾ, ദുർനടപടികളുടെയും അക്രമങ്ങളുടെയും പര്യായ വർഗങ്ങൾ അവരങ്ങനെയായിട്ടാണ് അതപ്പതിച്ചത്.
ആ ഒരു സ്വഭാവമാണ് അവരിൽ ഉണ്ടായത്. ഇങ്ങനെ നബി സല്ലല്ലാഹു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് നോക്കൂ. എന്നിട്ടൊന്നും അല്ലാഹ് നിർത്തിയിട്ടില്ല അവരിൽ നിഅമത്ത് കൊടുക്കാൻ. അവരോട് ചില കാര്യങ്ങൾ അവരോട് ഭീഷണിയുടെ സ്വരത്തിൽ ചില സമൂഹത്തിന് അങ്ങനെയുള്ളത് പേടിപ്പിച്ചിട്ട് നന്നാക്കാൻ നോക്കും. അതുപോലും അല്ലാഹു തആല ചെയ്തു നോക്കി. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُّؤْمِنِينَ وَإِذَا أَخَذْنَا مِيثَاقَكُمْ. അല്ലാഹു തആല അവർക്ക് കൊടുത്തതെന്താണ്? തൗറാത്താണല്ലോ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു തആല വേദഗ്രന്ഥമായി മൂസാ അലൈഹിസ്സലാമിന്റെ കരങ്ങളിലൂടെ കൊടുത്തത്. അങ്ങനെ നിങ്ങളോട് നാം കരാർ വാങ്ങിയെന്നാ അല്ലാഹു പറയുന്നത്. നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങിയിരുന്നു തൗറാത്ത് അനുസരിച്ച് ജീവിച്ചോളണമെന്ന്. അങ്ങനെ അത് ജീവിച്ചോളാമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുള്ളൂ, നിങ്ങൾ തൽക്കാലം കേട്ടോളാം, ഞങ്ങൾ അനുസരിക്കാൻ കഴിയില്ല എന്നൊക്കെ അവര് പറഞ്ഞത്. അല്ലാഹു തആല എന്ത് ചെയ്തു? വറഫഅനാ ഫൗഖകും അത്തൂർ, പർവ്വതത്തെ അവരുടെ മേലേക്ക് കണ്ട് ഉയർത്തിയാണ് കാണിച്ചു കൊടുത്തു എന്നാണ്. അത്ഭുതകരമായ കാര്യങ്ങളാണ് ഈ നടക്കുന്നതൊക്കെ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പറഞ്ഞത് വൈദ് നതഖിനൽ ജബല ഫൗഖഹും എന്നാണ്. സൂറത്തുൽ മാഇദയിൽ വൈദ് നതഖിനൽ ജബല ഫൗഖഹും, അവർക്ക് മീതെ ജബലിനെ നാം പുഴക്കി കാണിച്ചു കൊടുത്തു. പർവ്വതം കൊണ്ട് ഉയർത്തി എന്നുള്ളതല്ല, പർവ്വതത്തെ ഉയർത്തി അടിയോടെ പെഴുതിട്ട് പർവ്വതം അങ്ങനെ അവരുടെ മേലെ തൂങ്ങി നിൽക്കുകയാണ് തലക്ക് മുകളിൽ. അങ്ങനത്തെ അത്ഭുതം അവിടെ ഉണ്ടായി. വൈദ് നതഖിനൽ ജബല ഫൗഖഹും, അറാഫിൽ തന്നെ സൂറത്തുൽ അറാഫിലെ 171 ആയത്ത്. വൈദ് നതഖിനൽ ജബല ഫൗഖഹും കഅന്നഹു ളുല്ല, ഒരു മേഘം പോലെ, ഒരു കുട പോലെ നേരെ അവരുടെ തലക്ക് മീതെ അടിയിൽ നിന്ന് പർവ്വതത്തെ കണ്ട് അടിയോടെ പിഴുതിട്ട് ഇങ്ങനെ അവരുടെ മേലെ അത്ഭുതകരമായിട്ട് ഇസ്രായേലിന്റെ മേലെ ഇങ്ങനെ പർവ്വതം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. വളന്നൂ അന്നഹു വാഖിഉൻ ബിഹിം, അവര് വിചാരിച്ചു പോയി ഇപ്പൊ അവരുടെ തലയിലേക്ക് വീഴുന്നു, അവരുടെ മീതേക്ക് അത് വീഴും എന്ന രൂപത്തിൽ ആ മല ഉയർത്തി നിർത്തി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഖുദൂ മാ തൈനാകും ബിഖുവ്വത്തി, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള തൗറാത്ത് അനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിച്ചോളൂ. വദ്കുറൂ മാ ഫീഹി ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ അതിലുള്ള കൽപ്പനകളെ ഓർത്തുകൊണ്ട് അതിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് മുന്നേറിക്കോളൂ അല്ലാഹു അവരോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അനുസരിച്ചോളാം. സമീന പർവ്വതം ഉയർത്തി കാണിച്ചു കൊടുത്തവർ ഇല്ലേ പേടിച്ചിട്ട് പറഞ്ഞു എന്നാ ഞങ്ങൾ അനുസരിച്ചോളാം. അതിന് മുമ്പ് പറഞ്ഞാൽ എന്താ? സമീന വഅസൈന, ഞങ്ങൾ കേട്ടോളാം, അനുസരിക്കാനൊന്നും ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ തൗറാത്ത് ഇങ്ങനെ വായിച്ചോളാം, അതിലുള്ള മുഴുവനും ഞങ്ങൾ അനുസരിക്കൂല, ഞങ്ങൾക്ക് ചിലതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, ചിലതൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല. ധിക്കാരം. വേദഗ്രന്ഥം വായിച്ചിട്ട് എല്ലാം സ്വീകരിക്കലാണ് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി. വേദഗ്രന്ഥം വായിച്ചിട്ട് അവനവന് താല്പര്യമുള്ളത് എടുത്ത് അവരവർക്ക് താല്പര്യക്കുറവുള്ളതിനെ തള്ളിക്കളയലാണ് യഹൂദികളുടെ സമ്പ്രദായം. അപ്പൊ ഫാത്തിഹ ഓതുമ്പോ നമ്മുടെ മനസ്സിൽ വരണം, നീ അനുഗ്രഹിച്ചവരുടെ പാത എന്ന് പറയുമ്പോ ഖുർആൻ വായിച്ചിട്ട് അതിലുള്ള ആശയങ്ങളെ, അതിലുള്ള തത്വങ്ങളെ ജീവിതത്തിൽ മുഴുവൻ പകർത്തുന്നവരുടെ കൂട്ടത്തിലാണ് നീ ഞങ്ങളെ ചേർക്കേണ്ടത്. അതേ അവസരത്തിൽ വേദം വായിച്ചിട്ട് ചിലതൊക്കെ സ്വീകരിച്ച് ചിലതൊക്കെ തള്ളിക്കളഞ്ഞ് അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദീന് കൊണ്ട് നടന്ന കക്ഷികൾ, കമ്പനികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. എന്തൊക്കെ സ്വഭാവങ്ങൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഈ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറയുന്ന ആ സമൂഹം ദ്വാലീനായി പോകാനും മഗ്ദൂബുകളായി മാറാനും ഒരുപാട് കാരണങ്ങൾ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും മുഅ്മിനീങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് ആമീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദുഷിച്ച ഇവരുടെ ഈ സ്വഭാവങ്ങളൊക്കെ അവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ മിന്നി മറയണം. ആ സ്വഭാവങ്ങളിൽ എന്നെ പെടുത്തല്ലേ എന്ന് അള്ളാഹിനോട് പറയണം. അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിനും ലഅനത്തിനുമൊക്കെ അവർ വിധേയരാകാൻ ഉണ്ടായ ഒരു കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ വരരുതേ എന്ന് നമ്മൾ അള്ളാഹിനോട് തേടണം.
അതിനൊക്കെയാണ് സഹോദരങ്ങളെ ഈ പ്രവാചകന്മാരുടെ സമൂഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അല്ലാതെ കേവലം ഒരു കഥ കേട്ട് ആസ്വദിക്കാനല്ല, ആയിരിക്കരുത്. നമുക്ക് പഠിക്കാനാണ്, നമുക്ക് മാതൃക ഉൾക്കൊള്ളാനാണ്. ഈ ഒരു സമൂഹം ഇങ്ങനെ ദുഷിച്ചു പോയല്ലോ, നമ്മളും ദുഷിക്കും. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാൽ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, അനുസരണക്കേട് കാണിക്കുക, എന്തു പറഞ്ഞാലും അതിനൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, കുരുട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി. ചെയ്യുന്നവർക്ക് അധികം സംശയം ഉണ്ടാവില്ല, ചെയ്യാത്തവർക്കാണല്ലോ എപ്പോഴും സംശയം ഉണ്ടാവും. സക്കാത്തിന്റെ കാലായാൽ എന്താ സംശയം? ഒരു പൈസ ഒന്നും സക്കാത്ത് കൊടുക്കുക. അങ്ങനത്തെ കുറെ ആൾക്കാർ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. നല്ല സ്വഭാവത്തിൽ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ചോദിച്ച തന്നെ ചോദിച്ചു വസ്വാസിന് തീരാതെ ഇസ്രായേൽ കമ്പനിയുടെ സ്വഭാവമാണെന്ന് അല്ലാഹു തആല നമുക്ക് വേറൊരു ചരിത്രത്തിലൂടെ പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കൽപ്പനകൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാതെ ആ തൗറാത്തിലുള്ള കൽപ്പനകൾ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ കേട്ടോളാം, പക്ഷെ അനുസരിക്കാൻ ഞങ്ങൾ കിട്ടൂല, നമ്മൾക്കില്ല എന്നാ സ്വഭാവം. ഖുർആനൊക്കെ ഞങ്ങൾ ഓതിക്കോളും, ഞങ്ങൾ കേട്ടോളാം, അല്ലെങ്കിൽ ഞങ്ങളും വായിച്ചോളാം, ഞങ്ങൾ കാര്യങ്ങളൊക്കെ കേൾക്കും, പക്ഷെ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നൊന്നും ഞങ്ങളോട് പറയാൻ പാടില്ല. അത് ഞങ്ങളൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കും. കേട്ടിട്ട് ആ കേട്ടതിൽ ഇപ്പൊ എന്തൊക്കെ നമുക്ക് പറ്റും അതൊക്കെ ഞങ്ങൾ എടുക്കും, എന്തൊക്കെ നമുക്കിപ്പോ ഈ കാലത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഇതുണ്ടാവാൻ പാടില്ല. ഇത് ഇസ്രായേൽ മക്കളുടെ സ്വഭാവമായിരുന്നു. അതിൽ നിന്ന് രക്ഷിക്കണേന്നാ അല്ലാഹു തആല നമ്മളോട് പറയുന്നത്. അത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു നമ്മോട് ആവശ്യപ്പെടും. നേരെ മറിച്ച് നമ്മളെ സഹാബിമാരുടെ സംഭവം എന്തായിരുന്നു? സഹാബിമാരുടെ ചരിത്രം അല്ലാഹു തആല സഹാബിമാരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? മുഅ്മിനീങ്ങൾ ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളിലേക്ക് വരൂ ജനങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളിലേക്ക് വരൂ ജനങ്ങളെ എന്നവരോട് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾ എന്താ പറയാ? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നാ അവര് പറയാ. ഇവര് സമിഅനാ അസൈനാ, ഞങ്ങൾ കേട്ടോളാം, പക്ഷെ അനുസരണക്കേടെ ഞങ്ങൾ കാണിക്കോളൂ, ഞങ്ങൾ മുഴുവനും അനുസരിക്കാൻ പറ്റൂല. ഈ സ്വഭാവം നമ്മിലുണ്ടായാൽ നമുക്കുമുണ്ടാകും ലഅനത്ത്, നമുക്കുമുണ്ടാകും അള്ളാഹുവിന്റെ കോപം, നമുക്കുമുണ്ടാകും അള്ളാഹുവിങ്കൽ നിന്ന് ദില്ലത്ത് നിന്ദ്യത, നമുക്കുമുണ്ടാകും അള്ളാഹുവിങ്കൽ നിന്ന് മസ്കന അഥവാ നിർഗതി ഗതിയില്ലായ്മ നമുക്കുമുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിനാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനും എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ കുറെ പാഠങ്ങളുണ്ട്. ആ സമൂഹത്തിന് സംഭവിച്ചത് എനിക്കുണ്ടാവരുത്, അതിനായി ഇതൊക്കെ പറയുന്നത് എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഒരു കൽപ്പന കേട്ടാൽ ആ സമൂഹത്തിന്റെ സ്വഭാവമാണ്. ആ കേട്ടപ്പോ ഉടനെ അംഗീകരിക്കലല്ലേ മോമിനിന്റെ സ്വഭാവം. അള്ളാന്റെ റസൂൽ സഹാബിമാരോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ആ ഉടനെ ചെയ്യും, പറയും കൂടിയും വേണ്ട, അപ്പോഴേക്ക് ചെയ്യും. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയായിരുന്നു സഹാബ കിറാം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചെരുപ്പിട്ട് നിസ്കരിച്ചപ്പോൾ എല്ലാവരും ചെരുപ്പിട്ടാണ് നിസ്കരിച്ചു. ഒരിക്കൽ ചെരുപ്പ് ഊരിയപ്പോൾ അള്ളാന്റെ റസൂൽ ചെരുപ്പ് ഊരി എല്ലാവരും ചെരുപ്പ് ഊരി നിസ്കരിച്ചു. എന്തിനാണെന്ന് ചോദിച്ചില്ല. അതെന്താ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തത്? അള്ളാഹ് നബി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങളും ചെയ്തു, പറഞ്ഞിട്ട് പോലുമില്ല. നിങ്ങൾ ചെരുപ്പിട്ടോളിന്ന് പറഞ്ഞിട്ടല്ല. അതായിരുന്നു ഈ ഉമ്മത്തിന്റെ സഹാബാ കിറാം ആദിമ തലമുറയുടെ സ്വഭാവമെങ്കിൽ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയ മഹാന്മാര്, മുൻഗാമികളായ പ്രവാചകന്മാര്, നബിയീന, സിദ്ദീഖീന, ശുഹദാ, സാലിഹീൻ. എന്നാൽ ഈ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്ന ഈ കമ്പനിയോ, ഇവരുടെ സ്വഭാവം എന്തായിരുന്നു? അള്ളാഹു അവരോട് ഒരു കാര്യം കൽപ്പിക്കണം. എന്തിനാ കൽപ്പിക്കുന്നത്? وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قَالَ أَعُوذُ بِاللَّهِ أَنْ أَكُونَ مِنَ الْجَاهِلِينَ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെട്ടു, അള്ളാഹു നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അവർക്കൊരു പരീക്ഷണമാണ്. എന്തിനാണ് ആ പശുവിനെ അറുക്കാൻ പറഞ്ഞു? നമുക്ക് അടുത്ത ആയത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഇപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിയാൽ മതി? അവരോടൊരു കൽപ്പന കൊടുത്താൽ ആ സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. പ്രവാചകൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ഉടനെ തന്നെ അത് കേട്ട് അനുസരിക്കുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. എന്നാൽ ഇവരുടെ സ്വഭാവം എന്തായിരുന്നു? അതാണ് പറയാൻ പോകുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹൂ ബഖറ, അല്ലാഹ് നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു. മൂസാ നബി തന്റെ ജനങ്ങളോട് പറയാണ്, നിങ്ങളൊരു പശുവിനെ അറുക്കണം, അത്രേ വേണ്ടൂ.
ഏത് പശു, എന്തു പശു എന്നൊന്നും പറഞ്ഞില്ല. കേട്ടു ഉടനെ അർത്ഥം മതി. അവ തിരിച്ചു ചോദിച്ചു, കണ്ടോ ഒന്നാമത്തെ അനുസരണക്കേട്, മര്യാദക്കേടിന്റെ വർത്താനം. ഒരു നബിയോട് അനുയായികൾ ചോദിക്കുക, കളിയാക്കുക, നീ എന്താ ഞങ്ങളെ കളിയാക്കുക എന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഒരു പ്രവാചകനോട്, ഒരു സാധാരണ ഒരു ഉത്ബോധനം നടത്തുന്ന ഒരാളോടൊന്നും ഒരു കുട്ടീനെ കളിയാക്കാ ഉസ്താദേ എന്ന് ചോദിക്കൂ? വളരെ സ്നേഹത്തോടൊരു സമൂഹത്തോടൊരു കാര്യം ഓർഡർ പുറപ്പെടുവിക്കണം. അള്ളാന്റെ വഹി കിട്ടിയിട്ടാ പറയുന്നത്, ഗൗരവത്തോടെയാ പറയുന്നത്. അപ്പൊ സമൂഹം ചോദിക്കാതെ കളിയാക്കുക. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങളെ കളിയാക്കുക അല്ല എന്നല്ല പറഞ്ഞത്. ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഞാൻ കളിയാക്കുക അല്ല എന്ന് പറയുന്നതിനേക്കാൾ ഗുണപാഠമുള്ള വേർഡാണ് ഉപയോഗപ്പെടുത്തിയത്. അതിനേക്കാൾ ഗുണപാഠമുള്ള പ്രയോഗമാണ് മറുപടിയായി പറഞ്ഞത്. എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹ്, അല്ലാഹുവിൽ അഭയം, അൻ അകൂന ഞാനായിത്തീരുന്നതിൽ നിന്ന്, മിനൽ ജാഹിലീൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ. അപ്പൊ വിഡ്ഢികളുടെ സ്വഭാവമാണ് പരിഹസിക്കൽ. അതും കൂടെ അതിൽ പഠിപ്പിച്ചു. ഞാൻ പരിഹസിക്കല്ല എന്ന് പറയുമ്പോൾ അതേ മനസ്സിലാവുള്ളൂ. അതേ അവസരത്തിൽ കുറച്ചും കൂടെ ശക്തമായ ഒരു മുന്നറിയിപ്പ്, ഗുണപാഠം കൊടുക്കുന്ന മറുപടിയാ പറയുന്നത്, അഊദു ബില്ലാഹ് അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. അപ്പൊ പരിഹാസം എന്ന് പറയുന്നത് വിഡ്ഢികളാണ് ചെയ്യുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ പരിഹസിച്ചവരൊക്കെ കാഫിറായി പോയിട്ടുണ്ട്, മുനാഫിക്കീങ്ങളായി പോയിട്ടുണ്ട്. മുനാഫിക്കീങ്ങൾക്ക് പരിഹാസത്തിന്റെ ചരിത്രമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും പരിഹസിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാതിൽ അതെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുനാഫിക്കീങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞു, പക്ഷെ ഞങ്ങള് തമാശക്ക് പറഞ്ഞതാണ്. അല്ലാഹു തആല പറഞ്ഞു, ദീനിന്റെ കാര്യത്തിൽ തമാശയില്ല. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ലാ തഅ്തദിറൂ, നിങ്ങൾ ഒരു കാരണവും ഇങ്ങോട്ട് ബോധിപ്പിക്കണ്ട. ഫഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന്റെ ശേഷം നിങ്ങൾ കാഫിറായി പോയിരിക്കുന്നു. ഇസ്ലാം ദീനിലെ ഒരു കാര്യത്തെ പരിഹസിച്ചാൽ കാഫിറായി പോകും എന്നതിലൂടെ ഇസ്ലാം പഠിപ്പിക്കണം. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം ദീനിന്റെ ഒരു കൽപ്പന, ഒരു നബിയുടെ കൽപ്പന, അള്ളാഹുവിന്റെ ഒരു കൽപ്പന, കൃത്യമായി രേഖാമൂലം പ്രമാണങ്ങളിൽ തെളിയിക്കപ്പെട്ട ഒരു കാര്യത്തെ ഒരാൾ ചെയ്തില്ലെങ്കിൽ അതിന്റെ വിധി വേറെയാണ്. അയാൾ അത് ചെയ്തില്ല എന്ന ഹറാമിന്റെയും അയാൾ അത് ചെയ്തില്ല എന്ന ആ പുണ്യവും അയാൾക്ക് നഷ്ടപ്പെടും. എന്നാൽ പരിഹസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും, പുറത്തേക്കാണ് പോകും. ഇശായിന്റെ ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. ഒരാൾ നിസ്കരിക്കുന്നില്ല വിചാരിക്കുക, കുഴപ്പമൊന്നുമില്ല, അയാൾക്ക് ആ കൂലി പോയിന്നേ ഉള്ളൂ. എന്നാൽ ഒരാൾ പറയണേ ഇശാക്ക് ശേഷം 4 റക്അത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയിപ്പോ 2, ആ പരിപാടി ഒന്നും എനിക്ക് പറ്റൂല. കാഫിറായി. അപ്പൊ പോയി ഇസ്ലാം എന്ന് പുറത്തു പോയി. ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന എത്ര ആളുകളുണ്ട്. പുരുഷന്റെ താടിരോമത്തെ കളിയാക്കുന്നവര്, സ്ത്രീകളുടെ പർദ്ദയെ കളിയാക്കുന്നവര്, ഇസ്ലാമികമായ ഒട്ടേറെ നിയമങ്ങളെ കളിയാക്കുന്നവര്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രമെടുത്താൽ അത് വെള്ളപ്പൊക്കക്കാരന്റെ വേഷം എന്ന് പരിഹസിക്കുന്നവര്. ഭയപ്പെടണം, കുഫറിലേക്കാണ് ആ വാക്കുകളൊക്കെ, തനിച്ച കുഫറിലേക്ക്. അപ്പൊ ഹുസുമ് എന്ന് പറയുന്നത് തനിച്ച ജാഹിലുകളെ ചെയ്യൂ, അറിവുള്ളവർ ചെയ്യൂല. അതുകൊണ്ടാണ് ആ സമൂഹത്തെ മൂസ നബി പഠിപ്പിക്കാൻ, അഊദു ബില്ലാഹ് അൻ നകൂന മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലുകളിൽ പെട്ടുപോകുന്നതില്ലെന്ന് അല്ലാഹുവിൽ അഭയം. അപ്പൊ ആ സമൂഹത്തോട് ഇപ്പൊ എത്രയാ നബി പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളൊരു പശുവിനെ അറക്കണം. അപ്പൊ തിരിച്ച് ചോദ്യം തുടങ്ങി. അതാണ് അർത്ഥം മതി, ആ പശുവിനെ അർത്ഥം മതി. ഇനി ചോദിച്ചാ കുഴപ്പം അവർക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ നിയമം കടുത്ത് വരികയാണ്. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാ പിന്നെ അതാണ് ചെയ്താ പോരെ. പക്ഷെ ചോദിച്ച് നിയമം അവരുടെ മേൽ അവര് തന്നെ കുടുസാക്കാണ്. അതിനുള്ള ഉദാഹരണം പറയുന്നത് അവരുടെ ഓരോ ചോദ്യങ്ങൾ. ഒരു പശു എന്ന് പറഞ്ഞ ആദ്യം അവർക്ക് അതിന്റെ വയസ്സറിയണം. قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. മൂസാ, നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കേണ്ട. റബ്ബക്ക, എന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദ്വാരക്ക്. യുബയ്യിലനാ, ഞങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കി തരാൻ. മാഹിയ, അതെന്ത് പശു, എത്ര അതിന്റെ പ്രായമൊക്കെ വരാം, ഏത് പ്രായത്തിലുള്ളത് വേണ്ടി വരും. ആദ്യം അതൊന്നും പറഞ്ഞില്ല, ചെയ്താൽ മതി. ഇപ്പൊ പ്രായം ചോദിക്കാം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മഹാനായ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹ് മറുപടി കൊടുത്തു. ഇന്നഹു യഖൂലു, അതാ അല്ലാഹ് പറയുന്നു, ഇന്നഹാ ബഖറ, ആ പശു ലാ ഫാരിദ്, കിഴവിയായിരിക്കാൻ പാടില്ല. വളരെ പ്രായം ചെന്ന കിഴവിനെ പറ്റൂല. വലാ ബിക്ർ, എന്ന ചെറിയ പൈക്കുട്ടി എന്ന നിലക്ക് പറയാവുന്ന കന്യകനെയും പറ്റൂല. അവാനും ബൈനദാലിക, ഒരിടത്തരം പശു ആയിക്കോട്ടെ, അതൊക്കെ ആവട്ടെ. ഫഫഅലു മാ തുഅമറൂൻ, പറഞ്ഞത് ചെയ്യണട കൗമേ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ചെയ്യൂ എന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാ ചോദ്യം അവിടെ നിർത്തിയോ? ഇനിയിപ്പോ കളർ അറിയണം, ഇനിയിപ്പോ നിറ അറിയണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും മൂസ. യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് ആ റബ്ബ് വെളിപ്പെടുത്തി തരട്ടെ. മാ ലൗനുഹാ, എന്താണ് ആ പശുവിന്റെ കളറെന്ന്. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹ് മറുപടി കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നഹാ ബഖറത്തുൻ സഫറാ, നല്ല മഞ്ഞ നിറത്തിലുള്ള പശുവിനെയാണ് വേണ്ടത്. ഇനി പവും തെരഞ്ഞെടുക്കണ്ടേ? പറഞ്ഞ പണി ആദ്യം എടുക്കാനുള്ള കുഴപ്പമാണിത്. ഇപ്പൊ പ്രായം ചെന്നത് പറ്റാതായി, ചെറിയ കുട്ടിനെയും പറ്റാതായി, ഇടത്തരള്ളീനെ തിരയണം, ബാധ്യത കൂടി. അവിടം കൊണ്ട് അവസാനിച്ച് ആ കൽപ്പിക്കപ്പെട്ടത് ചെയ്തിരുന്നെങ്കിൽ അടുത്ത പ്രശ്നം ഉദിക്കൂല. അപ്പൊ നിറം ചോദിക്കുന്നു. നിറം എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള മഞ്ഞ കളർ, അതന്നെ ഫാഖിഉൽ ലൗനുഹ എന്നാ പറഞ്ഞത്. നല്ല കടും മഞ്ഞ. കടും മഞ്ഞായാലും ഒരാൾക്ക് ഇങ്ങനെ നോക്കിയാൽ ദേഷ്യം പിടിക്കണ നിലക്കുള്ള കളറൊന്നും പറ്റില്ല. തസുറുൻ നാളിരീൻ, നോക്കിയാ അങ്ങനെ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കിയിരുന്നു നോക്കുന്നു. അങ്ങനത്തെ നല്ല ഭംഗിയാർന്ന കളറായിരിക്കണം. പോരെ എന്ന് ചോദിച്ചു. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു പശുവിനെ ഇറക്കാനേ പറഞ്ഞു. അപ്പൊ ചോദ്യങ്ങൾ കാരണത്താൽ ഒരു നിയമം കുടുസായി. എന്നിട്ട് കേട്ടില്ല, രണ്ടാമത്തെ ചോദ്യം വന്നു. അപ്പൊ വീണ്ടും നിയമം കുടുസായി. എന്നാ ഈ സമൂഹം അവസാനിപ്പിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കുന്നില്ല. ഇനിയിപ്പ അതിന്റെ മോഡൽ അറിയണം, ഇനിയിപ്പ അതിന്റെ മോഡൽ അറിയണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഇന്നൽ ബഖറ തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. നിന്റെ റബ്ബിനോടൊന്ന് ചോദിക്ക്, തേട് മൂസ ഞങ്ങൾക്ക് വേണ്ടി. ഒന്ന് വിവരിച്ചു തരട്ടെ. കാരണം ഇന്നൽ ബഖറ, പശു തശാബഹ അലൈന, ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കളറപ്പ് അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആവുമ്പോ അതെങ്ങനെയാണ് ഒന്നും കൂടി ഒന്ന് വിശദീകരണം കിട്ടിയാൽ തരക്കേടില്ല. അതിന്റെ ഇനോ മൈറ്റോ ഒക്കെ ഒന്ന് മനസ്സിലായാൽ. കാരണം ഞങ്ങൾക്ക് ആകെ തശാബുഹായിട്ടുണ്ട്, കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. സാദൃശ്യാണ് പലപ്പോഴും മൈൻഡിൽ ഇങ്ങനെ കടന്നു കളിക്കുന്നത്. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അതവര് അവസാനം ഒന്ന് പറഞ്ഞു. അള്ളാഹ് ഉദ്ദേശിച്ച ഇനി ഞങ്ങൾ അധികമൊന്നും ചോദിക്കൂല, ഞങ്ങൾ ഇത് ചെയ്യാൻ തന്നെയാ തീരുമാനം, നന്നാകണം വിചാരിച്ചിട്ട് എന്നെ ചോദിക്കുന്നത്, ഞങ്ങൾ ഹിദായത്തിലായിക്കൊള്ളാം എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാല ഇന്നഹു യഖൂൽ ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. അവസാനം അല്ലാഹുവിന്റെ മറുപടി ഉണ്ടായി. ഇന്നഹാ ബഖറ, പശു ലാ ദലൂൽ തുസീറുൽ അർള, നിലമുഴുതാൻ പരിശീലിപ്പിക്കപ്പെട്ടതായിരിക്കരുത്. അപ്പൊ ഇതുവരെ ഉഴുതാനൊന്നും ഉപയോഗിച്ചിട്ടുള്ള പശു ആവാൻ പാടില്ല, കൃഷിക്കൊന്നും ഉപയോഗിച്ച പശു ആവാൻ പാടില്ല, കുടുങ്ങില്ലേ. വലാ തസ്ഖിൽ ഹർസ, ജലസേചന സൗകര്യാർത്ഥം വെള്ളം നനക്കാൻ വേണ്ടി വെള്ളം തേവിയിട്ട് അതിങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ പശു ഒന്നും ആവാൻ പാടില്ല. ഇതുവരെ ഒരു പണിക്കൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത ഒഴിഞ്ഞു നിൽക്കണ നല്ല കളറുള്ള കാണാൻ ഭംഗിയുള്ള, വലിയ പ്രായം പാടില്ല, ചെറുപ്പാൻ പാടില്ല, ഇടത്തരം അങ്ങനെയുള്ള രൂപത്തിലുള്ളതായിരിക്കണം. മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, വർണ്ണത്തിൽ അല്പം പോലും കലർപ്പില്ലാത്ത സുരക്ഷിതമായിരിക്കണം. ഇനി അതിൽ വേറൊരു കളറൊന്നും ഉണ്ടാകാനേ പാടില്ല. തെരഞ്ഞു നടക്കന്നെ, നടക്കട്ടെ, അവര് തെരഞ്ഞു നടക്കട്ടെ. അങ്ങനെ തെരഞ്ഞ് 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 വമ്പി ചെറിയൊരു പൈസയും കൊടുത്തിട്ട് ഒരു പശുവിനെ ഇറക്കേണ്ട ജനത തെരഞ്ഞ് 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 വലിയ പൈസയും കൊടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങിയിട്ട് അവസാനം എന്തായി? ഫദബഹൂഹാ, അവസാനം അവര് പറഞ്ഞു, ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാ മൂസ നീ സത്യം കൊണ്ടുവന്നത്. കണ്ടോ നന്ദി കേടിന്റെ വർത്താനം, കണ്ടോ സൂഉൽ അദബ്, കണ്ടോ മര്യാദ കെട്ട വർത്തമാനം. അപ്പൊ ഇതുവരെ നബി പറഞ്ഞതൊക്കെ നോണയായിരുന്നു. ഇപ്പോഴാണ് ഹക്കുമായിട്ട് വന്നത്, ഇപ്പോഴാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതോ
നബിയോടായി പറയുന്നത്. ആദ്യം പറഞ്ഞു കളിയാക്കുക, അപ്പൊ നബിക്ക് കളിയാക്കണ സ്വഭാവം ഉണ്ട് എന്ന് പറയലായി, നുണ പറയുന്ന സ്വഭാവം ഉണ്ട് എന്ന് പറയല. ഇപ്പോഴാ ഹക്ക് പറഞ്ഞപ്പോ മുമ്പ് പറഞ്ഞൊക്കെ ബാത്തില്. അല്ലാതെ ജിഇത ബിൽ ഹഖ്, എന്താ ആവട്ടെ അള്ള പറയണ അവസാനം ഇതൊക്കെ പറഞ്ഞു ഫദബഹുഹ, അവരതിനെ അറുത്തു. അള്ള പറയണ വമാ കാദു യഫ്അലൂൻ, അവരത് ചെയ്യുമാറായിരുന്നില്ല, ചെയ്യൂലായിരുന്നു, ചെയ്യാതിരിക്കാനായിരുന്നു ഈ ചോദ്യമൊക്കെ എന്നർത്ഥം. അതിലൂടെ ലോകത്തോട് മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു ഈ സ്വഭാവം നമുക്ക് ഉണ്ടാവരുത്. അതൊരു കാര്യം പറഞ്ഞാൽ അതാണ് അനുസരിക്കുക. പിന്നെ അതിൽ അത്യാവശ്യമായിട്ട് അതിന്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യമായ വലുതൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക എന്നല്ലാതെ ചോദിച്ചിട്ട് ഇങ്ങനെ മസല ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നാ അപ്പൊ ചോദിക്കണം. ചില ആൾക്കാർ ഹജ്ജിന്റെ സമയം ഉണ്ടായാൽ പറയാം, അല്ല മോലി എനിക്ക് അത്ര കടണ്ട്, ഇത്ര കടണ്ട്, പെൺകുട്ടി 15 വയസ്സായിട്ടുണ്ട്, അവളെ അവിടെ ചേർക്കണം, ഇവിടെ ചേർക്കണം, അവൾക്കൊരു പുയ്യാപ്പിള വരുന്നുണ്ട്, അന്വേഷണം വരുന്നുണ്ട്, താഴെ കുട്ടിയുണ്ട്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ കൂടിയാണ് എനിക്ക് ഹജ്ജിന് പോകേണ്ടി വരുമോ? ഒരു പോണ്ടാന്നാ മനസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞ നിന്റെ കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ പൊരപ്പണി അവസാനിച്ചിട്ട് എന്നൊന്നും അവിടെ പറഞ്ഞില്ല. എന്തേ വേണ്ടൂന്നറിയോ? ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമാവാൻ, ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് വിശുദ്ധ ഭൂമിയിൽ പോയി ഹജ്ജ് ചെയ്ത് നിർവഹിച്ചു വരാനുള്ള സാമ്പത്തിക ശേഷി, അതിന് യാത്രാ തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കൽ, ആ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മുക്തനാവൽ, അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കുണ്ടെങ്കിൽ അങ്ങനെ പോയി വരാൻ ആരുടെ അടുത്തൊന്നും കാശ് യാചിക്കുകയോ കടം വാങ്ങുകയോ ഒന്നും ചെയ്യാതെ അതിനുള്ളൊരു വക എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഹജ്ജ് നിർബന്ധമാണ്. എല്ലാരും പഠിച്ചു വെച്ചോളൂ, ഹജ്ജ് നിർബന്ധമാണ്. അതേ അവസരത്തിൽ ഒരു പെണ്ണിന് ഹജ്ജ് നിർബന്ധമാവണമെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ മഹ്റമായ ഒരാൾക്ക് കൂടി പോവാനുള്ള വകുപ്പ് വേണം. ഒന്നുകിൽ അവളുടെ ഭർത്താവ്, അതല്ലെങ്കിൽ അവളുടെ പിതാവ്, അതല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആൺകുട്ടി, ആ രൂപത്തിൽ, അതല്ലെങ്കിൽ ആങ്ങള അഥവാ സഹോദരൻ, അവരങ്ങനെയുള്ള അവളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായ, അതാണല്ലോ മഹ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു പെണ്ണിനൊരാൾ മഹ്റമാവുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ, ആ ആൾക്ക് ആർക്കൊക്കെ ആ പെണ്ണിനെ വിവാഹം കഴിക്കൽ പാടില്ലയോ അത്തരക്കാരാണ് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹ്റം. അങ്ങനെയുള്ള ആരെങ്കിലും കൂടെ പോകാനുള്ള ചെലവും കൂടെ തികഞ്ഞാൽ പെണ്ണിന് ഹജ്ജ് നിർബന്ധമായി. അതിന് വലിയ കെട്ടിയിരിപ്പൊന്നും വേണ്ട. അവനാന്റെ കയ്യിലുള്ള ആഭരണം നോക്കിയാൽ മതി. അത് ശരീരത്തിൽ അണിയുന്നതാവട്ടെ, ബാങ്ക് ലോക്കറിൽ വെച്ചതാവട്ടെ, വീട്ടിലെ ഖജനാവിൽ വെച്ച് പൂട്ടിയതാവട്ടെ, ഏതോ ആവട്ടെ, ഹജ്ജിന് പോയി വരാനുള്ള ചെലവുണ്ടോ അവൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇക്കൊല്ലം അതിന്റെ ചാൻസ് പോയി, അടുത്ത കൊല്ലം വരാൻ പോകുന്നു. ഇപ്പോഴേ ചിന്തിക്കാൻ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. ഞാൻ അതായി പറയുന്നത്. എന്ത് ബനൂ ഇസ്രായേലിൽ ചോദിക്കും പോലെ ചോദിക്കും ആൾക്കാർ സക്കാത്തിന്റെയും ഹജ്ജിന്റെയും കാര്യത്തിൽ. എന്നാൽ ഈ നോമ്പിന്റെ കാര്യത്തിൽ അത്ര തന്നെ ചോദിക്കാറില്ല, നിസ്കാരത്തിന്റെ കാര്യത്തിലും അത്ര തന്നെ അല്ല. കാരണം അതിന് വലിയ പണച്ചെലവ് വല്ലാതെ, പണത്തുമ്മ വല്ലാതെ തൊടുന്ന ഈ കാര്യങ്ങൾ ഈ സക്കാത്ത് ഹജ്ജും. അപ്പൊ അതിന് ഒഴിവാകാൻ വല്ല വകുപ്പ് ഉണ്ടോന്നാ നോക്കണം. ഉളുഹിയ്യത്ത് അറക്കേണ്ട സമയം വരുമ്പോഴും ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അല്ല ഇപ്പൊ അങ്ങനെ പ്രയാസമൊക്കെ ഉണ്ട്. അഖീഖ് അറക്കേണ്ട കാര്യം ഒക്കെ ഈ സമ്പത്തുമ്മ തൊടുമ്പോ ഈ ഇഷ്കാലുകൾ, സംശയങ്ങൾ ഇങ്ങനെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഈ കസറത്തു സുആലിന്റെ ആളുകളാവരുത്. അല്ലാഹു നിങ്ങൾക്ക് ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു വെറുത്ത സംഗതിയാണ്. ഖീല വൽ ഖാൽ, ഇങ്ങനെ കേട്ടത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക. ഒരടിസ്ഥാനമില്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കാറ് അല്ലാഹ് വെറുത്ത സംഗതിയാണ്, ഹറാമാണ്. അതുപോലെ തന്നെ കസറത്തു സുആൽ, ചോദിച്ചെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചോദിക്കാൻ നടക്കന്നെ. കുറെ കമ്പനിക്കാരന്റെ വഴി ചോദിക്കന്നെ, ഇങ്ങനെ ചോദിച്ചു നടക്കുക. ഒന്നും ചെയ്യാനല്ല, വെറുതെ ഇങ്ങനെ ചോദിക്കുക. വല്ലതൊന്നും ഒഴിവാകാൻ വല്ല ഇളവുണ്ടോന്നാ നോക്കണം. അങ്ങനെ ഒഴിവാകാൻ വല്ല ഇളവുണ്ടോ എന്നല്ല നോക്കേണ്ടത്. എനിക്കിത് ചെയ്യാനുള്ള വല്ല വകുപ്പുണ്ടോ, എന്നിട്ട് അത് കബൂലാകാനുള്ള വല്ല വകുപ്പുണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ടത്. അല്ലാത്ത കസറത്തു സുആൽ ബനൂ ഇസ്രായേലിന്റെ സ്വഭാവമാണ്. ലാ തസ്അലു അൻ അശിയാ ഇൻ തുബ്ദ ലക്കും തസുഉകും, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ചൊന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത്. അല്ലാഹു പറഞ്ഞതാണ് ചെയ്താൽ മതി. ചിലതൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പിന്നെ നിങ്ങൾ ഇടങ്ങാറായി പോകും, നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി പോകുന്നു. വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അല്ലാഹു ആ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കസറത്തു സുആല് ഒരു സൂലതമാണ്, ഒരു മര്യാദകേടാണ്. അപ്പൊ ഇവര് അവസാനം ഈ രൂപത്തിൽ ചെയ്യാതിരിക്കാനാണ് ഇതൊക്കെ ചോദിച്ച് അവസാനം കുടുങ്ങി വലിയ വിലയും കൊടുത്ത്. അങ്ങനെയുള്ള അതിവളവന്മാർ അങ്ങനെയല്ലോ. ചെറിയ വിലക്ക് ഒരു പശുക്കുട്ടിന്, ഒരു പശുവിനെ ഇറക്കായിരുന്നു. പ്രായവും പ്രശ്നമില്ലായിരുന്നു, കളറും പ്രശ്നമില്ലായിരുന്നു, ഒന്നും പ്രശ്നമില്ലായിരുന്നു. അതാണ് ചെയ്താൽ മതി. പക്ഷെ അതൊന്നും ചെയ്തില്ല. ചോദ്യങ്ങൾ അങ്ങനെ തൊടുത്തുവിട്ടു. അപ്പൊ നിയമങ്ങൾ അങ്ങനെ കുടിസായി വന്നു. അവസാനം നോക്കുമ്പോൾ നാട്ടിൽ എവിടെയും കിട്ടാത്ത നിലക്കുള്ള രൂപത്തിലായി. തേടി പിടിച്ച് വമ്പിച്ച കാശും കൊടുത്തിട്ട് വാങ്ങിയിട്ട് അറക്കേണ്ടി വന്നു. അങ്ങനെയാ സംഭവിച്ചത്.
ആ രൂപത്തിലുള്ള സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാണ്. ശരി, അപ്പൊ അവരിങ്ങനെ ചെയ്തല്ലോ, ഇതെന്തിനാ അള്ളാഹു ഇങ്ങനെ അവരോട് കൽപ്പിച്ചത്? അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. എന്താണ് സംഭവം? ഒരു ധനികനായ ഒരാളെ, ഒരു പണക്കാരനായ ഒരാള്, അയാളുടെ അവകാശിയായ ആൾക്കാർ മരിക്കോളൊന്നും കാത്തു നിൽക്കാൻ നേരല്ല, മുതൽ ഇപ്പൊ തന്നെ കൈക്കലാക്കണം എന്നുള്ള നിലക്ക് അയാളുടെ അവകാശിയായ ആള് ഇയാളെ എന്ത് ചെയ്തു? കൊന്നിട്ട് എന്ത് ചെയ്തു? ആ ഡെഡ് ബോഡി ഒരു വഴിയിൽ കൊണ്ടുപോയിട്ട്, പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് അയാള് വെച്ചിട്ട് അയാൾ ഒഴിഞ്ഞു മാറിയിട്ട് പിന്നെ പരസ്പരം ആളുകളോടൊക്കെ പറയും അവനാണ് കൊന്നത്, അവനാ കൊന്നത്, ഇവനാ കൊന്നത് എന്നിങ്ങനെ അവര് പരസ്പരം അയാൾ സ്വന്തം കുറ്റത്തിൽ നിന്ന് ഒഴിവായിട്ട് പരസ്പരം പഴിചാരാൻ തുടങ്ങി പലരുടെയും പേര്. അതാണല്ലോ പറയുന്നത്, വൈദ് ഖതൽതും നഫ്സ, നിങ്ങൾ ഒരാളെ കൊന്നു, ഫദ്ദാറഅ്തും ഫീഹാ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് കുറ്റവിമുക്തരായി നടന്നു, പരസ്പരം അതിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് ഒഴിവായിട്ട് ഒരു ആരോപണം കൊണ്ട് നടന്നു. അതിനെക്കുറിച്ച് വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. സാധാരണ നിലക്ക് കേസ് തെളിയിക്കുന്ന നിലക്കല്ലാതെ ആ സമൂഹത്തിനൊക്കെ അത്ഭുതമാണല്ലോ, അത്ഭുതം കാണിച്ചു കൊടുക്കാൻ പോവാണ്. അല്ലാഹു മുഖ്രിജുൻ, അല്ലാഹു പുറപ്പെടുവിക്കാൻ പോവുകയാണ്. മാ കുൻതും തക്തുമൂന, നിങ്ങൾ എന്താണോ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതാ തിരിച്ചറിയാൻ പോവുകയാണ്, നിങ്ങൾ വഷളാകാൻ പോവുകയാണ്. ആരാ ചെയ്തതെങ്കിൽ അതിവിടെ അറിയാനുള്ള വകുപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനാണ് ഈ പശുവിനറുക്കാൻ പറഞ്ഞത്. ഈ പശുവിനറുക്കാൻ പറഞ്ഞിട്ട് അറവ് പൂർത്തിയായപ്പോ അവരോട് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഒരംശം എടുത്തുകൊണ്ട് ആ ഡെഡ് ബോഡിയെ അടിക്കാൻ നാം കൽപ്പിച്ചു. അല്ലാഹു പറയാണ്, നാം കൽപ്പന കൊടുത്തു, നാം അവരോട് പറഞ്ഞു, ഇദ്രിബൂഹു, നിങ്ങൾ ആ മയ്യത്തിനെ അടിക്കണം, ബിബഅദിഹാ, ഈ അറുക്കപ്പെട്ട പശുവിന്റെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട്. ഏതാ ഭാഗം എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് പലരും. ഇതിന്റെ കാര്യം എന്താ ഉള്ളത്? വാലായിരുന്നോ, തലയായിരുന്നോ, കാൽത്തൊടയായിരുന്നോ, കൈക്കുറകായിരുന്നോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യമില്ല. അത് അറിയിക്കേണ്ടതാണെങ്കിൽ അള്ളാഹ് അറിയിച്ചു തന്നിട്ടുണ്ടാവും, അത് ചോദിക്കണ്ട. ചില ആൾക്കാരെ അങ്ങനെ ചോദിക്കും, ഏതുകൊണ്ടാ അടിച്ചാവല്ലേ, ഏതേ അടിച്ചാവല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുമല്ലോ ഓരോ ആൾക്കാർ. അൽക്കഹഫിന്റെ നായ ഉണ്ടായിരുന്നു പറയുമ്പോ, ആ നായന്റെ നിറം എന്തായിരുന്നു ആവോ? ആദം നബിയോട് വലാ തഖറബാ ഹാദിഹി ശജറ എന്ന് പറഞ്ഞപ്പോ അതേതായിരുന്നു വൃക്ഷാവോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു നടക്കുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അറിയേണ്ടതാണെങ്കിൽ നമ്മോട് പറഞ്ഞിരിക്കും. അള്ളാഹ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾ ആ ഡെഡ് ബോഡി അടിച്ചോളൂ. അപ്പൊ എന്ത് സംഭവിക്കും? കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, ഇപ്രകാരം അതാ മരിച്ചവരെ അവൻ ജീവിപ്പിക്കുന്നു. അവരെ കൺമുമ്പിൽ വെച്ച് അവരാ പറഞ്ഞതുപോലെ അതിന്റെ ആ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ഒന്നെടുത്തിട്ട് ഡെഡ് ബോഡിയിൽ അങ്ങ് അടിച്ചപ്പോ അയാൾ എഴുന്നേൽക്കുന്നു. മരിച്ചുപോയ ആള് ജീവിപ്പിക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, എന്നെ കൊന്ന ഘാതകൻ ഇന്നയാളാണ്. അയാളത് പറഞ്ഞ് അയാൾ വീണ്ടും മരിച്ചുപോയി. അയാളത് പറഞ്ഞ് വീണ്ടും മരിച്ചുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഈ അൽബഖറി തന്നെ ഉണ്ട്, ഈ ദുന്യാവെന്ന് വെച്ചിട്ട് തന്നെയാണ് മരിച്ചിട്ട് പിന്നെ ജീവിപ്പിച്ചു എന്നത് മരിച്ചവര് അതിൽ പറഞ്ഞൊരു സംഭവമാണ്. ഈ പശുവിനെ അറുത്ത പശുവിന്റെ ഒരു ഭാഗം കൊണ്ട് ഈ ഡെഡ് ബോഡി അടിച്ചപ്പോ അയാൾക്ക് ജീവൻ വന്നു. അയാൾ പറഞ്ഞു, എന്നെ കൊന്നത് ഇന്ന ആളാണ്, നേരെ കൃത്യമായിട്ട് അത് പറഞ്ഞ് പിന്നീട് അയാളാണ് മരിക്കുകയും ചെയ്തു. വയുരീക്കും ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, ബുദ്ധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി. ആ സമൂഹത്തിന് കൊടുത്തതൊക്കെ ബൗദ്ധികമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഉമ്മത്തിനോളം ബൗദ്ധിക നിലവാരം എത്തിയിട്ടില്ലാത്തൊരു സമൂഹമായിരുന്നു ഇസ്രായേൽ മക്കൾ. അതുകൊണ്ട് ബുദ്ധിപരമായ തെളിവൊന്നുമല്ല അവർക്ക് കൊടുത്തത്. അവർക്ക് നേർക്ക് നേരെ കാണാവുന്ന മുഅ്ജിസത്തുകളാ ഒക്കെ കാണുന്നത്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഇതിന്റെ അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നത് നോക്കൂ. ഇതൊക്കെ കണ്ടിട്ട് പോലും ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. വളരെ കൃത്യമായിട്ട് അല്ലാഹു പറയുന്നു, സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക,
അതിന്റെ ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി. ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ. കല്ലിനെ പോലെയായി നിങ്ങളുടെ കൽബുകൾ, അല്ലെങ്കിൽ അതിനേക്കാണ് കടുപ്പായി. കല്ല് തോറ്റുപോകും നിങ്ങളുടെ കൽബിന്റെ മുമ്പിൽ. കാരണം എന്താ? കല്ലിലുമുണ്ട് അതിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്ന കല്ലുകളുണ്ട്, അള്ളാനെ പേടിച്ചിട്ട് ഭൂമിയിലേക്ക് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്, പൊട്ടിപ്പിളർന്നിട്ട് അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പൊട്ടിയെടുക്കുന്ന കല്ലുകളുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ കാണുന്ന അത്ഭുതങ്ങളാണ്. അല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ലാഹ് കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു അശ്രദ്ധനല്ല എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എന്താ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം? അള്ളാഹു വളരെ ഗൗരവമായിട്ട് പഠിപ്പിച്ചു തരാണ്. ഒരു സമൂഹത്തിൽ ഇങ്ങനെ ചോദ്യം ചെയ്യലുകളും അനുസരണക്കേടുണ്ടായ അവസാന ഹൃദയം ചത്തുപോകും, ഹൃദയം കടുത്തുറച്ചു പോകും. ആദ്യം കാണുന്ന ഈ ലക്ഷണങ്ങളൊക്കെ കുഫറിലേക്ക് പോകുന്ന അടയാളങ്ങളാണ്. അതിങ്ങനെ സ്വഭാവം നമ്മളിൽ തുടങ്ങിക്കണ്ട പേടിച്ചോളണം. ഈമാൻ കുഫറിലേക്ക് നീങ്ങുകയാണ്. അവസാനം വളരെ പര്യവസാനം മോശമാകാൻ പോവുകയാണ്. പേടിച്ചോളണം. കല്ലിനേക്കാൾ കടുത്തുറച്ച ഹൃദയങ്ങൾ, കല്ല് പോലും ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ കല്ലുകളിൽ പോലും അള്ളാനെ പേടിച്ചിട്ട് ഉരുണ്ടു വീഴുന്ന കല്ലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നമുക്കറിയാൻ കഴിയൂല. തസ്ബീഹ് ചൊല്ലുന്ന കല്ലുകളുണ്ട്. ആകാശം ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള ഒന്നൊഴിയാത്ത വയമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള ഒരു ചരാചരം പോലും അള്ളാനെ വാഴ്ത്താത്തവയില്ല, പക്ഷെ അവയുടെ തസ്ബീഹിന്റെ രൂപം എന്താണ് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രം അള്ളാഹു പറയാം. ലോകത്ത് അള്ളാനെ എല്ലാം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ആ കല്ലുകളെ പോലും നാണിപ്പിക്കുന്ന നിലക്കുള്ള കടുത്തുറച്ച ഹൃദയത്തിന്റെ വക്താക്കളായി ഇസ്രായേൽ മക്കൾ മാറി എന്നാണ് അള്ളാഹു പറയുന്നത്.